ഹലോ ഷീജെ, 3:30-ക്കല്ലേ ബാങ്ക് അടയ്ക്കുക? ബാങ്ക് ക്ലോസ് ചെയ്യാൻ 3:30-ക്കല്ലേ? ഞാൻ 3:30 ആകുമ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കും. എൻ്റെ അടുത്ത് ഒരു 600 റുപ്യേൻ്റെ ഷോർട്ട് ഉണ്ട്, അതെങ്ങനെയെങ്കിലും ആക്കണ്ടേ? അപ്പോഴത്തേക്ക് ഞാൻ എന്തെങ്കിലും ഏടുന്നെങ്കിലും തിരിച്ച് ഞാൻ ആക്കും. ഓ എന്നാ ശരി. എൻ്റെ ഏടുന്ന് കിട്ടിയ ഒരു 600 റുപ്യ ആരാന്നേക്കും? മോളോ? ചേച്ചിയെ, എന്റെ ചുരിദാർ അടിക്കാനായി. ചുരിദാർ അടിക്കാനാ? ഓ, ഞാൻ അടിക്കുക. 2 തുണിയുണ്ട്, എനിക്ക് ഇന്ന് തന്നെ വേണ്ടീനു. ചേച്ചിക്ക് അടിക്കാൻ പറ്റുമോ? ഓ, ദൈവം കാത്ത്. ഇത് എത്ര മണിയാകുമ്പോ വരണം? ഞാനൊരു 3 മണിയാകുമ്പോ വന്നോ. അതെന്നറിയാം, എനിക്ക് 3:30-ക്ക് ബാങ്കിൽ പോകാനുണ്ട് പൈസ അടയ്ക്കാന്. 3 മണിയാകുമ്പോ അല്ലേ? എന്നാ ആയിക്കോട്ടെ, അളവയില് വെച്ചിക്ക്. ഞാൻ എന്നാ പോട്ടെ. 3 മണിക്ക് തന്നെ വരണേ. അല്ല ചേച്ചി, ഞാൻ ഇവിടെ ഇരിക്കാം. ഇനിയിപ്പോ പോയിട്ട് വരണ്ടേ? ഇവിടെ ഇരിക്കുക. എന്നാ ഞാൻ അതിന്റെ പണി നോക്കട്ടെ. ആയിക്കോട്ടെ, നീ ഇതിരിക്കി. എന്തായാലും 700 റുപ്യക്കുള്ള ഉണ്ടത്, സമാധാനായി. ശരിക്കും എന്ത് ലാഭല്ലേ ഈ ടൈലറിങ് പണി? ആകെ ഒരു 5 റുപ്യന്റെ നൂലിന്റെ ചെലവല്ലേ ഉള്ളൂ, ബാക്കി മുഴുവൻ ലാഭല്ലേ? അത് അടിക്കുന്നതിനനുസരിച്ച് എനിക്ക് ചെലവുണ്ട്, ബാങ്ക് ലോണുണ്ട്, മക്കളെ പഠിപ്പിക്കണം, പിന്നെ ഞാൻ ഭർത്താവിനെ സഹായിക്കുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ സീസൺ സമയത്ത് മോളെ എങ്ങനെ അടിക്കാനൊക്കെ കിട്ടുമോ? സീസൺ ആകുമ്പോ പിന്നെ ഭയങ്കര പൈസ ആയിരിക്കും അല്ലേ? ഒരു എത്ര ചുരിദാറൊക്കെ അടിക്കാൻ പറ്റുണ്ടാവും? 5-6 ചുരിദാറൊക്കെ അടിക്കൂലേ? എല്ലാരും ഇപ്പൊ റെഡിമെയ്ഡ് അല്ലേ എടുക്കുന്നത്, അവിടെ തയ്ക്കാനൊക്കെ കുറവാണേ. ബ്ലൗസ് അത്യാവശ്യം ഒരു ബ്ലൗസൊക്കെ വരേനെ. ഇപ്പം ബ്ലൗസ് റെഡിമെയ്ഡ് ഇറങ്ങിയെങ്കിൽ അതും കിട്ടുന്നില്ല. എന്താ ചെയ്യ, ഞാൻ മെഷീനൊക്കെ അങ്ങോട്ട് എടുത്തിട്ട് കുത്തിരിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? അതെനിക്കറിയില്ലായിരുന്നു. ഞാനും ഇപ്പൊ റെഡിമെയ്ഡ് ചുരിദാർ തന്നെയാ വാങ്ങല്. ഇപ്പൊ ഏട്ടൻ തുണി കൊണ്ടുപോകുന്നോണ്ടാ ഞാൻ അടിക്കാൻ വന്ന്. എനിക്കൊന്നും അറിയണ്ട, എല്ലാം ഏട്ടൻ നോക്കിക്കോളും, എനിക്ക് ചെലവിനും തരും. ഇപ്പൊ ചുരിദാറൊക്കെ ഏട്ടൻ വാങ്ങി തന്നതാ. ആണോ? നല്ല ഏട്ടനല്ലേ? എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായി ടൈലറിങ് പഠിക്കണമെന്ന്. പക്ഷെ എന്റെ ഏട്ടൻ സമ്മതിക്കല. ഏട്ടന് ഞാൻ എപ്പോഴും വീട്ടിൽ തന്നെ വേണം. കഴിയാനായോ ചേച്ചിയെ? ഇപ്പൊ കഴിയും മോളെ, കഴിഞ്ഞോണ്ടിരിക്കുക. ആയിക്കോട്ടെ. കഴിഞ്ഞല്ലേ? ഇതെത്ര ചേച്ചി? 750 റുപ്യ കേട്ടോ. ഞാന് ഗൂഗിൾ പേ ഉണ്ടല്ലേ? ഗൂഗിൾ പേ ഉണ്ട്. ആയിക്കോട്ടെ, സമാധാനം. അയ്യോ, ഏട്ടൻ ഇതുവരെ പൈസ ഇട്ടില്ലല്ലോ. ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ ഏട്ടനാ. ഏട്ടൻ മറന്നു പോയതായിരിക്കും. മോളൊന്ന് വിളിച്ചോക്കെ. എടുക്കുന്നില്ലാലോ, എന്തോ തിരക്കിലായിരിക്കും. ഏട്ടൻ എന്തോ മീറ്റിംഗിലെങ്ങാനാന്ന് തോന്നുന്നു ചേച്ചി. എടുക്കുന്നില്ല. ഞാൻ നാളെ തന്നാ മതിയോ പൈസ? നല്ല മോളെ, ഇതിന് അത്യാവശ്യം ഉണ്ടായിനെ. ഇതിന് 3:30-ക്ക് ബാങ്കിൽ ഒരു അടവ് പോകണ്ടല്ലേ, അതാ ഞാനിന്ന് ഭക്ഷണം കൂടിയും കഴിക്കാണ്ട് ഇതിന് ഇരുന്നങ്ങ് അടിച്ചത്. എന്തെങ്കിലും ആക്കിയാ വലിയ സമാധാനായിരുന്നു. എന്റെ പൈസ ഒന്നുമില്ല ചേച്ചി. ഏട്ടൻ തന്നാലല്ലേ എനിക്ക് തരാൻ പറ്റൂ. ഏട്ടനോട് മറന്നു പോയി തോന്നുന്നു. ചേച്ചി ഇന്ന് ആരോടെയും വാങ്ങുവോ? ചേച്ചി എന്തെങ്കിലും ആക്കുവോ? നാളെ ഞാൻ തരുമല്ലോ, അന്നേരം എനിക്ക് കൊടുക്കാലോ. എന്നായിക്കോട്ടെ, മോള് പോട്. ഞാൻ നാളെ എന്തായാലും കൊണ്ടുതരാം കേട്ടോ. വലിയ ആശ്വാസത്തില ഭക്ഷണം കൂടിയും കഴിക്കാണ്ട് ഞാൻ ചുരിദാർ അടിച്ച്. എന്താക്കും?